ഇവിടെ ഇത് നരിക്കുനിയിലെ ഒരു പേര് കേട്ട ഇല്ലാണ്. പൊന്നടിക്കം ഇല്ലെന്ന് പറയും. 8 കെട്ടാണിത്. ഇവിടെ അടുത്ത പ്രദേശമൊക്കെ 4 കെട്ട് മാത്രമേ ഉള്ളൂ. 8 കെട്ടുള്ള ഒരു ഇല്ലാണിത്. ഇത് ഒരുപാട് ഒരു 8 തലമുറ മുമ്പേ ഉള്ള ഒരു ഇല്ലത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത്. മറ്റൊന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ സിനിമകൾ, പാലേരി മാണിക്യം, പഴശ്ശിരാജ വന്നൊരു സ്ഥലമാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത സിനിമകൾ ഒക്കെ അതിൻ്റെ ചെറിയ കുറേ ഭാഗങ്ങൾ, എല്ലാം പൂർണ്ണമായിട്ടൊന്നുമല്ല, ഇവിടെ ഉണ്ട്. മക്കാട്ടില്ല എന്ന് പറയുന്ന മാനൂപുരം ഇല്ലുണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടാണ് ഇതൊക്കെ നടത്തിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഈ ഇല്ലുമായിട്ട് എൻ്റെ ബന്ധം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മൂത്തയാൾ രാമചന്ദ്രൻ മാഷും ഞാനും 1ാം ക്ലാസ് മുതൽക്ക് 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ച ആളുകളാണ്. ചേളന്നൂർ കോളേജിലേക്ക് പോകാന്ന് പറയുന്നത് പറഞ്ഞു. ആദ്യം ചേളന്നൂർ കോളേജിൽ എനിക്കും രഘുവിനും പിന്നെ രാമകൃഷ്ണനും ആദ്യത്തെ ഇതിൽ അഡ്മിഷൻ കിട്ടിയില്ല. പിന്നെ അവിടെ ചേളന്നൂർ എസ് കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നു. അങ്ങനെ കോളേജിൽ ചേർന്ന് കഴിഞ്ഞപ്പോഴാണല്ലോ നമ്മൾ ഇതുവരെ കേൾക്കാത്ത രൂപത്തിലുള്ള ഇംഗ്ലീഷാണ്. ശിവപ്രസാദ് ഇങ്ങോട്ട് വന്ന് പറയുന്നു വൺസ് ആർ അൺലിമിറ്റഡ്. ആ അൺലിമിറ്റഡ് എന്താന്ന് അറിഞ്ഞൂടാതെ ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുകയാണ്. അയാൾ ഇംഗ്ലീഷ്, വേണുമാഷ്, വിജയം മാഷ്, അയ്യപ്പ സാറ്, അങ്ങനെയുള്ള ആളുകളെ, ഗീതാകൃഷ്ണൻ, മത്തായി സാറ്, അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ യഥാർത്ഥത്തില് ചേളന്നൂർ കോളേജിൽ എത്തിയാലും അന്തം വിട്ടു വരാം. കാരണം അതുവരെ മലയാളം മാത്രം പഠിച്ച് പോയ നമ്മളോട് ഇംഗ്ലീഷിൽ മാത്രം ചേളന്നൂർ കോളേജിൽ ഇങ്ങനെ സംസാരിക്കുക കേൾക്കുന്നു. എൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് നമ്മുടെ സംവിധായകനായ രഞ്ജിത്താണ്. അതിൻ്റെ അങ്ങേപ്പുറത്താണ് രഘു അതിന്റെ അങ്ങേപ്പുറത്ത് ഇപ്പൊ പോലീസിൽ അതിനെ പിന്നെ നമ്മുടെ കക്കോടി മുക്കിലുണ്ടായിരുന്ന രവീന്ദ്രൻ. ഇത്ര ആളുകളാണ് ആ ഫ്രണ്ട് ബെഞ്ചിലുള്ളത്. ഏതായാലും അങ്ങനെയായി. പക്ഷേ സ്ഥിതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജീവിതം എന്ന് പറയുന്ന ഒരു ലേശം പ്രയാസകരമായ അന്തരീക്ഷത്തിലാണ്. ഭക്ഷണത്തിനായാലും ശരി, യാത്രയ്ക്കായാലും ശരി, എല്ലാ കാര്യങ്ങളിലും കുറച്ച് ഇന്നത്തെ ആളുകൾക്ക് മനസ്സിലായില്ല. അന്ന് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വീട്ടിൽ കുറച്ച് അരി വറുത്തതോ കടല വറുത്തതോ കട്ടൻ ചായ ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു കടല, അത് തന്നെ കടല വാങ്ങി കൊണ്ടുവന്ന കടലാസ് 4ആയി കയറിയിട്ട് 4 മക്കൾക്ക് ലേശം ഞാൻ അതിൻ്റെ അകത്ത് കൊടുക്കുകയാണ്. ഇതൊക്കെയാണ് ചക്കക്കുരു വറുത്തത്, അല്ലെ ചക്കക്കുരു ചുട്ടത്. പരാതികളൊന്നുമില്ല. തേങ്ങാപ്പൂട്, ഇതൊക്കെയാണ് അന്നത്തെ ഭക്ഷണം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടും പോലെയുള്ള ഉച്ചഭക്ഷണമൊന്നും അന്നുമില്ല. അന്നൊരു മെയിൻ പ്രധാന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇപ്പോഴുള്ള സംവിധായകൻ രഞ്ജിത്ത്, അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായി ഞാൻ. ഓൻ എൻ്റെ വീട്ടിൽ കുറേ വന്ന് താമസിച്ചാണ്. ഓൻ്റെ കരിമല വീട്ടിൽ താമസിച്ചാണ്. അയാളെ പിന്നെ രാംകുമാറിൻ്റെ പേരാമ്പ്ര വീട്ടിൽ താമസിച്ചാണ്. അന്ന് ഞങ്ങൾ SFIൻ്റെ യൂണിറ്റ് സെക്രട്ടറി പ്രസിഡന്റ് ഞങ്ങൾ 2 ആളായതുകൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും ഇങ്ങനെ പോകും. അങ്ങനെയുള്ള പ്രവർത്തനം. പക്ഷേ അയാൾക്കുള്ള ഒരു പ്രശ്നം തന്നെ, അയാൾക്ക് നന്നായിട്ട് പുക വലിക്കുന്നു. അപ്പോൾ ഈ ക്ലാസ് എൻ്റെ വിളിച്ച ബാബാന്ന് പറഞ്ഞാൽ ആശാ ബാബാന്ന് പറഞ്ഞാൽ പിടിച്ച് കൂട്ടിക്കൊണ്ടു. അവിടെ പോയിട്ട് എന്താ വെച്ചാൽ എനിക്ക് 2 ഉണ്ടപ്പുരി ആയിരുന്നു. 1 അല്ല 2 വാങ്ങിച്ചു. കാശുണ്ടായിരുന്നു. ഓൻ്റെ അച്ഛൻ ബാലേട്ടൻ ആകാശവാണിയിലാണ്. ഓൻ്റെ അമ്മ പറഞ്ഞ പേരാമ്പ്ര അത്യാവശ്യം നല്ല സാമ്പത്തിക ശേഷിയുള്ള ആളുകളായിരുന്നു. അങ്ങനെയൊക്കെയാണ്. പിന്നെ രാംകുമാറോ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷമായത് കൊണ്ട് അത്യാവശ്യം കാശുണ്ടായിരുന്നു. ഇന്ന സമരത്തിലൊക്കെ കൊണ്ടുപോകുമ്പോൾ ബസ്സിൽ പൈസക്ക് പോകാൻ എടുക്കുക. അങ്ങനെയാണ് അന്നത്തെ ഒരു നല്ല ഡ്രസ്സും നല്ല ഇതിൽ. അങ്ങനെ 2 ഉണ്ടമ്പരി വാങ്ങിത്തിരുന്നത്. 2 ഉണ്ടമ്പരി വാങ്ങിത്തിരുന്നത് എന്താണ്? 2 സിഗരറ്റ് ഓന് വലിക്കാനാണ്. വെറുതെ അല്ല, 2 സിഗരറ്റ് ഓന് വലിക്കണം. കാരണം അപ്പം ഈ ക്ലാസ് തുടങ്ങിയിട്ട് 5-10 മിനിറ്റ് ആയിട്ടുണ്ടാവും. അങ്ങനെ ഓൻ്റെ കൂടെ ഞാൻ നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഇവിടുന്ന് ക്യാൻറ്റീനിലെടുത്ത് ആളെ കൂട്ടി കൊണ്ടുപോയിട്ട് ആണ്ട് ഉണ്ടമ്പരി വാങ്ങി അപ്പുറത്തേക്ക് ഞാൻ 2 എണ്ണാണ് പോയി. അങ്ങനെയുള്ള
ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടുന്ന് കോളേജിലേക്ക് പോകുമ്പോൾ 15 പൈസ വേണ്ടിയും നരിക്കുനിന്ന് ചേർന്നൂർ എസ് എൻ കോളേജിലേക്ക് കണ്ടോത്തുപാറ ഒക്കെ ആണെങ്കിലും ചിലപ്പം ഒരാഴ്ചയിൽ ഒരു ദിവസമൊക്കെ 1-2 ദിവസമൊക്കെ ചോറിനാൻ പോകും. ആ ചോറിനാൻ പോകുന്ന 8-2 ഒരു ഹാഫ് ചോറ് കിട്ടും സാറിന്. ഹാഫ് ചോറ് ഫുള്ളല്ല, ഒരു ഹാഫ് ചോറ് കിട്ടുന്ന ഒരു കട, ഒരു നല്ലൊരു മീൻ കറിയും വേറെ വലിയൊന്നുമില്ല, ഇതായിട്ട് ഒരു ചോറ്. പക്ഷെ അത് നമ്മളെ അന്നത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ സദ്യയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.